വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം മോശയും അഹ്റോനും ഫറവോ രാജാവിനോട് തങ്ങളുടെ കർത്താവിനെ ബലിയർപ്പിക്കേണ്ടതിന് 3 ദിവസം മരുഭൂമിയിലൂടെ നടക്കണമെന്നും അതിനായി അനുമതി തരണമെന്ന് അപേക്ഷിച്ചപ്പോൾ ഫറവോ ആരാണ് ഈ കർത്താവെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും അവരെ കൂടുതൽ കഠിനമായ ജോലികൾ ചെയ്യിക്കാൻ അവരുടെ മേലധികാരികളോട് ആജ്ഞാപിക്കുകയും ചെയ്തു. മോശ കർത്താവ് കൽപ്പിച്ചതുപോലെ തൻ്റെ വടി ഫറവോയുടെ മുമ്പിൽ നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി മാറി. ഫറവോ ചില മന്ത്രവാദികളെ കൊണ്ട് അതുപോലെ തന്നെ ചെയ്യിച്ചു, തൻ്റെ ഹൃദയം കഠിനമാക്കി. കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു, അഹ്റോനോട് പറയുക, നീ വടി കയ്യിലെടുത്ത് നിന്റെ കൈ ഈജിപ്തിലെ ജലത്തിന്മേൽ, അവിടുത്തെ നദികളുടെയും അരുവികളുടെയും കയങ്ങളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടുക. ജലം രക്തമായി മാറും. ഈജിപ്തിലെങ്ങും മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലും പോലും രക്തം കാണപ്പെടും. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും പ്രവർത്തിച്ചു. ഫറവോയുടെയും അവൻ്റെ സേവകരുടെയും മുമ്പിൽ വെച്ച് അവൻ വടി ഉയർത്തി നദീജലത്തിന്മേൽ അടിച്ചു. നദിയിലുണ്ടായിരുന്ന ജലമെല്ലാം രക്തമായി മാറി. പുറപ്പാട് 7-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. ഈജിപ്തിലെ മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ അപ്രകാരം തന്നെ ചെയ്തു. കർത്താവ് പറഞ്ഞതുപോലെ ഫറവോ കൂടുതൽ കഠിനഹൃദയനായി. അവൻ അവരുടെ വാക്ക് കേട്ടുമില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചു, അഹ്റോനോട് പറയുക, നിന്റെ വടി കയ്യിലെടുത്ത് നദികളുടെയും തോടുകളുടെയും കുളങ്ങളുടെയും മേൽ നീട്ടി ഈജിപ്ത് മുഴുവൻ തവളകളെ കൊണ്ട് നിറയ്ക്കുക. അഹ്റോൻ ഈജിപ്തിലെ ജലാശയങ്ങളുടെ മേൽ കൈനീട്ടി തവളകളെ കൊണ്ട് ഈജിപ്ത് ദേശം മുഴുവൻ നിറഞ്ഞു. ഇത്രയുമായപ്പോൾ ഫറവോ മോശയെയും അഹ്റോനെയും വിളിച്ചു വരുത്തി പറഞ്ഞു, എന്നിൽ നിന്നും എൻ്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുവിൻ. കർത്താവിന് ബലിയർപ്പിക്കാനായി ജനത്തെ ഞാൻ വിട്ടയക്കാം. തവളകൾ ഒഴിഞ്ഞുപോയപ്പോൾ ഫറവോയുടെ ഹൃദയം വീണ്ടും കഠിനമായി. അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.